നാരായണ 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 ഗുരുവായൂരപ്പ നാരായണ തലമകത്ത് ദേവരേശം ദക്ഷിണാമൂർത്തി മുക്കല ഭഗവതി നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. എല്ലാ ദേവീദേവന്മാരെയും നമസ്കരിക്കുന്നു, ഭക്തന്മാരെ നമസ്കരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം എന്ന പേരിൽ എഴുതിയത് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. 8ാമത്തെ സ്കന്ധത്തിലെ ഗജേന്ദ്രമോക്ഷം ആണ് ഇപ്പോൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തുതിയെ ഇന്ന് പറയാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് പാരായണം ചെയ്ത് എത്രയാണ് അതിൻ്റെ ഫലം ചോദിച്ചാൽ അറിയില്ല. അത് വിസ്തരിക്കാനെന്ന് പക്ഷേ ഒരു ദിവസം തന്നെ മുഴുവനായിട്ട് അതിന് വേണ്ടി വരും, മണിക്കൂറുകളോളം വേണം. അപ്പോൾ അത്രയ്ക്കൊന്നും പറയണില്ല, സമയം കണക്കാക്കിയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഈ പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരുന്നത്. എന്തായാലും പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 8മസ്കന്ധം അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. ഓം. ഏവം വ്യവസിതോ ബുദ്ധ്യാ സമാധായ മനോഹൃദി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മന്യനുശിക്ഷിതം. ഗജേന്ദ്ര ഉവാച. ഓം. ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി. ശ്രീ ഗുരുവായൂരപ്പ. ഗജേന്ദ്രൻ പൂർവജന്മ സ്മൃതിയോട് കൂടിയിട്ട് വേദസാരത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് എല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ലീലയാണ്, ഇതിൽ ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് ഞാൻ ഈ ആനയുടെ യോനിയിൽ വന്നപ്പെട്ട് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ അങ്ങ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നും വീണ്ടും ഒരു ശരീരത്തിൽ പ്രവേശിക്കാത്ത രീതിയിൽ ജീവനെ അങ്ങയിൽ എത്തിക്കണേ. ഈ ഒരു പ്രാർത്ഥനയാണ് അവിടെ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ പ്രാർത്ഥിക്കുന്നത്. നമുക്കത് പ്രാർത്ഥിക്കാം. യസ്മിന്നിദം യദശ്ചേദം യേനേദം യ ഇദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം യസ്വാത്മനീദം നിജമായയാർപ്പിതം ക്വചദ്വിഭാദം ക്വചതത്തിരോഹിതം അവിദ്ധദൃക്സാക്ഷുഭയം തദീക്ഷതേ സ ആത്മമൂലോ വതു മാം പരാൽപര കാലേന പഞ്ചത്വമിദേഷു കൃത്സ്നശോ ലോകേഷു പാലേഷു ച സർവഹേതുഷു തമസ്തദാസീദ്ഗഹനം ഗഭീരം യസ്തസ്യ പാരേഭിവിരാജതേ വിഭു നയസ്യ ദേവാർഷയ പരം വിദുർജന്തു പുനഃ കോർഹതി ഗന്ധുമീരിതും യഥാ നടസ്യാകൃതിഭിർവിചേഷ്ടതോ ദുരത്യയാനുക്രമണഃ സമാവതു യദ്രക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്തസംഗാ മുനയഃ സുസാധവ ചരന്ത്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂതാ സുഹൃദഃ സമേ ഗതി ന വിദ്യതേ യസ്യ ച ജന്മകർമ്മ വാ ന നാമരൂപേ ഗുണദോഷ ഏവ വാ തഥാപി ലോകാപ്യയ സംഭവായ യാ സ്വമായയാ താന്യനുകാലമൃച്ഛതി തസ്മൈ നമ പരേശായ ബ്രഹ്മണേ നന്ദശക്തയേ അരൂപായോരുരൂപായ നമ ആശ്ചര്യകർമ്മണേ നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമപി സത്വേന പ്രതിലഭ്യേന നൈഷ്കർമ്മ്യേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണസുഖസംവിദേ നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമ സർവേന്ദ്രിയഗുണദ്രഷ്ടേ സർവപ്രത്യഹേതവേ അസദാച്ഛായോക്തായ സദാഭാസായ തേ നമ. നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ ഗുണാരണിച്ഛന്നചിദോഷ്മപായ തൽക്ഷോഭവിസ്ഫൂർജിതമാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമസ്വയം പ്രകാശായ നമസ്കരോമി. മാതൃക്പ്രപന്നപശുപാശവിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവതനുഭൃത് മനസി പ്രതീത പ്രത്യഗ്ദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ. ആത്മാത്മജാപ്തഗൃഹവിത്തജനേഷു ശക്തയേ ദുഷ്പ്രാപണായ ഗുണസംഗവിവർജിതായ മുക്താത്മഭേ സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. യം ധർമ്മകാമാർത്ഥവിമുക്തികാമാ ഭജന്ത ഇഷ്ടാം ഗതിമാപ്നുവന്തി കിം ത്വാശിഷോരാത്യഭിദേഹമവ്യയം കരോതു മേദഭ്രദയോ വിമോക്ഷണം
ഏകാന്തിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ചന്തി യേ വൈ ഭഗവൽ പ്രപന്നാ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്താനന്ദസമുദ്രമഗ്നാ തമക്ഷരം ബ്രഹ്മപരം പരേശം അവ്യക്തമാധ്യാത്മികയോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാദിദൂരമനന്തമാദ്യം പരിപൂർണമീഡേ യസ്യ ബ്രഹ്മാദയോ ദേവാ വേദാ ലോകാശ്ചരാചരാ നാമരൂപവിഭേദേന ഫൽഗ്യാ ച കലയാ കൃതാ യഥാർച്ചിഷോഗ്നേ സവിതുർഭർഗസ്തയോ निर्यान्ति संयान्ति असकृत्स्वरोजिषा तथा यतोऽयं गुणसम्प्रवाहो बुद्धिर्मनःखानि शरीरसर्गा स वै न देवासुरमर्त्यतिर्यं न स्त्री न षण्डो न पुमान् न जन्तु नायं गुणं कर्म न सन्न चासन्निषेधशेषो जेदादशेषा जिजीविषेनाहमिहामुया किम् अन्तर्बहिश्चावृतये भयोन्या इच्छामि कालेन न यस्य विप्लवस्तस्यात्मरोगावरणस्य मोक्षं सोऽहं विश्वसृजं विश्वम् अविश्वं विश्ववेदसं विश्वात्मानमजं ब्रह्म प्रणतोऽस्मि परं पदं योगरन्धितकर्माणो हृदि योगविभाविते योगिनोऽयं प्रपश्यन्ति योगेशं तं नतोऽस्म्यहम् नमो नमस्तुभ्यमसह्यवेगशक्तित्रयाखिल हरे शक्तित्रयाखिलधीगुणाय प्रपन्नपालाय दुरन्तशक्तये कदिन्द्रियाणामनवाप्यवर्त्मने नायं वेद स्वमात्मानं यत्शक्त्याहं धियाहदं तं दुरत्ययमाहात्म्यं भगवन्तमितोऽस्म्यहं श्रीगुरुवायूरप्पाशनं श्रीशुक उवाच एवं गजेन्द्रमुपवर्णितनिर्विशेषं ब्रह्मादयो विविधलिङ्गभिधाभिमाना नैदे यदोपसस्रपुर्निखिलात्मगत्वात् तत्राखिलामरमयो हरिराविरासीत् सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द हरे नारायण हरे नारायण हरे नारायण हरे नारायण सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द तं तद्वदार्थमुपलभ्य जगन्निवास स्तोत्रं निशम्य दिविजैः सह संस्तुवद्भिः छन्दोमयेन गरुडेन समुह्यमानश्चक्रायुधोऽभ्यगमदाशु यथो गजेन्द्र सोऽन्दःसरस्युरुबलेन गृहीतार्तो दृष्ट्वा गरुत्मदिहरिं खौपात्तचक्रम् उत्क्षिप्य साम्बुजकरं गिरमाहगृच्छ्राद् नारायणा अखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते तं वीक्ष्य पीडितमजः सहसावदीर्य सग्राहमाशु सरसः कृपयोज्जहार ग्राहाद्विपाडितमुखादरिणा गजेन्द्रं सम्पश्यतां हरिः अमोमुजत्पुश्रियाणां श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे गजेन्द्रमोक्षणे तृतीयोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द योगेश्वर अखिलगुरो भगवन् नमस्ते नारायण अखिलगुरो भगवन् नमस्ते ഓ നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭഗവാനാണ് മുഴുവൻ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കപ്പെടുന്നതും സ്വയം ഉണ്ടാകുന്നത്. അതായത് ഭഗവാനാൽ ഉണ്ടാക്കിയത് അത് താത്വികം. പിന്നെ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത്, ബ്രഹ്മാവ് സൃഷ്ടിച്ചവരിൽ നിന്നും തത് സൃഷ്ട സൃഷ്ടി, തൽ സൃഷ്ട 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 സൃഷ്ടി. അപ്പം അങ്ങനെയുള്ള ഭാവമാണ് ഭഗവാൻ, എല്ലാറ്റിൻ്റെയും ആധാരമായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സത്തും അസത്തും ഈ ത്രിഗുണബന്ധമായിട്ടുള്ള വ്യത്യാസവും കാരണം കൊണ്ടല്ലേ ഞാനും ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ആനയുടെ യോനിയിൽ ഈ മുതലപ്പിടുത്തത്തിൽ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് ഭഗവാനെ?
എല്ലാ ജ്ഞാനവും എനിക്കുണ്ടായിട്ടും ആ ജ്ഞാനമൊന്നും വേണ്ട സമയത്ത് എനിക്ക് എന്തുകൊണ്ടേ ഭഗവാൻ തരാഞ്ഞത്? എന്നാൽ ഇപ്പോൾ ഈ ആപത്ത് സമയത്ത് എനിക്കെല്ലാം തരുന്നു, എല്ലാം എനിക്ക് മനസ്സിലാവണു. ഇതെല്ലാം ഭഗവാന്റെ ലീല തന്നെയല്ലേ? അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എല്ലാവർക്കും ഈശ്വരനാണ്. നാരം തം പരമാത്മകം. ഈ ഭഗവാങ്കൽ എത്തിക്കുക എന്നുള്ളത് ഭഗവാന്റെ ലീലകളെ സ്മരിച്ചാൽ മാത്രം കിട്ടുമെന്ന് ഭഗവാൻ ഉറപ്പുണ്ടായത് കൊണ്ടല്ലേ ഭഗവാൻ ഇപ്രകാരത്തിൽ ലീലകളെ കാണിക്കുന്നത്. അപ്പം ആ ലീലകളെ സ്മരിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ ഇപ്പോൾ തന്നത് അത് എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് ഭഗവാനെ ഇനി വൈകിക്കരുത്. എത്രയും വേഗം അവിടുന്ന് പ്രത്യക്ഷമാണ്. എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ഇനി ഒരു ജന്മം വേണ്ട. ഞാനിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു ലേശം അബദ്ധമായോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഗൃഹസ്ഥധർമ്മത്തിൽ വല്ലാതെ കണ്ട് ആഴ്ന്നു പോയി, ആസക്തനായിപ്പോയി. അതിൽ നിന്നും മോചനം നേടാൻ ഭഗവാനെ ഇനി അങ്ങല്ലാതെ എന്നെ ആരും സഹായിക്കാനില്ല. ഞാനിപ്പോൾ അത്രയും കഷ്ടപ്പെട്ടു. അതായത് ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. എൻ്റെ എല്ലാ ഈ ശരീരത്തിലുള്ള എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ ആ മുതല ഊറ്റി കുടിച്ചിരിക്കണം. ഇനി എനിക്ക് സ്വയമായിട്ടൊന്നും ഇല്ല, സമർപ്പിക്കാനും എൻ്റെ കയ്യിലൊന്നുമില്ല. നാരായണ അഖില ഗുരു ഭഗവാനെ, അങ്ങ് ഈ താമരപുഷ്പത്തെ സ്വീകരിക്കണമേ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന് ഈ താമര സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ഇടത് കൈകൊണ്ട് താമര വലത് കൈകൊണ്ട് സ്വീകരിക്കുന്നു. ഇടത് കൈകൊണ്ട് ഭഗവാന്റെ ആനയുടെ തുമ്പി പിടിച്ചുകൊണ്ട് പൊന്തിച്ച് സ്വചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് മുതലയ്ക്ക് മുക്തി കൊടുക്കുന്നു. കഴുത്തറുത്തുകൊണ്ട് ഹോഹോ എന്ന ഗന്ധർവനായിട്ട് ആ മുതല പോകുന്നു. ഗജേന്ദ്രന് തൻ്റെ അതേ രൂപം സാരൂപ്യമുക്തി കൊടുത്തുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ ഭഗവാന്റേതായ ഭക്തന്മാരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നു, ആരെ നിങ്ങൾ വേണിച്ചാൽ, ഏത് രൂപത്തിൽ വേണിച്ചാൽ കണക്കാക്കിക്കോളൂ, ഭജിച്ചോളൂ. ആ ദേവന്മാരൊക്കെ എനിക്ക് വേണ്ടി സേവ ചെയ്യുന്നവരാണ്. അവരിലും ഒരു പ്രാർത്ഥന ഉണ്ടാകും നിങ്ങളെ എന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട്. ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതമാരായിട്ട് ഞാൻ അവരെയൊക്കെ നിങ്ങളെ കാക്കുവാൻ വേണ്ടിയിട്ട് തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ഭയക്കേണ്ടതില്ല. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ദേവനെയും നിങ്ങൾ നമസ്കരിച്ചോളൂ, ഭജിച്ചോളൂ, പൂജിച്ചോളൂ. എന്താണോ ആഗ്രഹമുള്ളത് അത് ആ ദേവന്മാരിൽ നിന്നും വാങ്ങിച്ചോളൂ. അതെല്ലാം ആസക്തി കൂടാതെ കണ്ട് അനുഭവിച്ച് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുത്ത് വൈരാഗ്യം നേടിക്കൊണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ ഒരു വൈരാഗ്യം വരും. അപ്പോൾ ആ വൈരാഗ്യം നേടിക്കൊണ്ട് ഭക്തനാവൂ, ജ്ഞാനിയാവൂ. ഞാൻ തന്നെ നിങ്ങളെ എന്നിലേക്ക് എത്തിച്ചോളാം. ഇത് ഭഗവാന്റെ വാക്കാണ്. അപ്പോൾ ആ വാക്കിനെ നല്ലവണ്ണം ഓർമ്മ വന്നു ഈ ഗജേന്ദ്രന്. ഇപ്പം എല്ലാറ്റിനും കാരണക്കാരനായിട്ടുള്ള, ഇന്നതിനെന്നില്ല, എല്ലാറ്റിനും കാരണം, അങ്ങനെയുള്ള ആ കാരണക്കാരനായിട്ടുള്ള ഭഗവാനെ എനിക്കിപ്പോൾ ഭജിക്കാൻ സാധിച്ചുവല്ലോ. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ. അത്ഭുതകാരണനാണ്, എല്ലാറ്റിനും കാരണക്കാരനാണ്, നിഷ്കാരണനുമാണ്. അതാണ് ഭഗവാൻ. സർവാഗമാംനായ മഹാർണവായ. ഈ വേദങ്ങളൊക്കെ ഭഗവാനെയല്ലേ? ഭഗവാനാണ്, ഭഗവാനിലേക്ക് എത്തുവാനാണ്. വേദം തന്നെ ഭഗവാനാണ്. വേദത്തിൽ വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം, കർമ്മവസ്തുക്കളെല്ലാം അത് സ്വീകരിച്ചിട്ട് ഫലം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ, എല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാ വർഗങ്ങൾക്കും അധിപൻ തന്നെയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ എല്ലാത്തിനും പരമായിട്ടുള്ള പരബ്രഹ്മം, പരായണായ, അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് അറിയില്ല. എന്താ കാരണം? ഞാൻ
ഒരു ആനയിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് തോന്നുന്നത്. ജിജീവിഷേനാഹമിഹാമുയാക്കിം അന്തർബഹിശ്ചാവൃതയേ ഭയോന്യ. അങ്ങെല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, സാക്ഷിയായിട്ടും അന്തര്യാമിയായിട്ടും. പക്ഷെ ഞാൻ ഈ ആനയിൽ എനിക്ക് വിശേഷ ബുദ്ധിയില്ല, സംസാരിക്കാനുള്ള കഴിവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള കഴിവില്ല. തിര്യക്ക് യോനിയാണ്. എന്നിട്ടും ഭഗവാനെ എനിക്കിപ്പോൾ ഈ ത്രികാലജ്ഞാനം തന്നില്ലേ ഭഗവാൻ? ഇച്ഛാമി കാലേന യസ്യ വിപ്ലവസ്തസ്യ ആത്മലോക ആവരണസ്യ മോക്ഷം. കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ മോക്ഷത്തെ തരുന്നത്. അപ്പോൾ ആ കാലസ്വരൂപിയെ ഞാൻ നമസ്കരിക്കുന്നു. സോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വവേദസം വിശ്വാത്മാനം അജം ബ്രഹ്മ പ്രണതോസ്മി പരംപദം. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പരമപദമായിട്ടുള്ള ആ പദത്തെ അലങ്കരിക്കുന്നതായ ഭഗവാനെ നമസ്കരിക്കുന്നു. ഈ വിരാട്ടായിട്ട് വിരാജിക്കുന്നതായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. ഈ വിശ്വത്തിൽ ഏതൊന്നാണോ ഉള്ളത് അതെല്ലാം ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഭഗവാനെ നമസ്കരിക്കുന്നു. എല്ലാവരിലുമുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അജനായിട്ടുള്ള ഭഗവാനെ, അതായത് ജന്മമില്ല ഭഗവാന്, കർമ്മമില്ല ഭഗവാന്, ലീലകളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ഭഗവാൻ സകലസ്വരൂപനായിട്ട് വരുന്നു, അവതരിക്കുന്നു, ലീലകളെ ചെയ്യുന്നു. ഇങ്ങനെ അത്യത്ഭുതകാരണനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. നമോ നമസ്തുഭ്യം അസഹ്യവേഗ. ഇന്നലെ കഴിഞ്ഞത് എന്തോ അറിയില്ല, അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ല. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അസഹ്യവേഗമാണ്, ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ശക്തിത്രയ അഖിലധീ ഗുണായ. എല്ലാ ശക്തികൾക്കും ഉറവിടം ആരാണ്? ഈ ഭഗവാൻ തന്നെയാണ്. ത്രികാലം സത്വരജ സമഗുണങ്ങൾ, അവസ്ഥാത്രയം, ജാഗ്രത സ്വപ്നം സുഷുപ്തി, ഉണർന്നിരിക്കുക എന്ന അവസ്ഥ, ഉറക്കം, സ്വപ്നാവസ്ഥ, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. അതിൻ്റെ എല്ലാം തുരീയാവസ്ഥ, നാലാമത്തെ അവസ്ഥ, അത് പരബ്രഹ്മമായ അങ്ങ് തന്നെയാണ്. ഇപ്പോൾ സർവം നിയന്ത്രിക്കുന്നതായ പ്രപന്നപാലായ ദുരന്തശക്തയെ, ഈ പ്രപന്നത്തെ, ഈ സകലത്തിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, അവരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. എങ്ങനെയൊക്കെയാണോ, ഏതൊക്കെ ഭക്തന്മാരെയാണോ, ഏതൊക്കെ രീതിയിലാണോ, ഏത് സമയത്താണോ അനുഗ്രഹിക്കേണ്ടത്, അതാത് രൂപത്തിൽ വന്നിട്ടാണ് ഭഗവാൻ അനുഗ്രഹിക്കുക. ചുട്ടുകൊള്ളുന്ന ആൾക്ക് വീണ്ടും ചൂടല്ലല്ലോ കൊടുക്കേണ്ടത്. ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടത് എന്തോ അതല്ലേ കൊടുക്കേണ്ടത്. ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ആൾക്ക് ആഹാരമല്ല കൊടുക്കേണ്ടത്, വെള്ളം തന്നെ കൊടുക്കേണ്ടത്. വെള്ളത്തിന് ശേഷമേ ആഹാരം കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ തന്നെ കൊടുക്കണം, അപ്പോഴേ അതിന് ഫലമുള്ളൂ. അത് തരുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് എനിക്ക് നമസ്കരിക്കാൻ കൂടി സാധിക്കുന്നില്ല. എന്താ കാരണം? ഞാനിപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തുമ്പി മാത്രമേ ഒരു തിരി കാണാനുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് പുറമേക്ക് എൻ്റെ സ്വാധീനത്തിലല്ല. ഈ മുതല പിടിച്ചുകൊണ്ട് എനിക്ക് മുതലയിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. മുതലയ്ക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയുണ്ട്, എനിക്ക് ശക്തി ഒട്ടുമില്ലാത്ത ഒരവസ്ഥയിലും ഞാൻ എത്തിയിരിക്കുന്നു. ഇങ്ങനെ നായം വേദ സ്വമാത്മാനം യത്ശക്തിയ അഹം ധിയാഹതം തം ദുരത്യ മഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. ഭഗവാനെ പരിപൂർണമായിട്ടും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതായിട്ടുള്ള ആ ഗജേന്ദ്രൻ്റെ മുമ്പിലാണ് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിദാഭിമാന. ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയവരൊക്കെ അതാത് ജോലികളെ ചെയ്യുന്നതായിട്ടുള്ള ഭഗവതാജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് നിയമിതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അവരതാത് ജോലികളെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഈ ഗജേന്ദ്രനെ അനുഗ്രഹിക്കൽ അവരുടെ കടമയല്ല, അത് ഭഗവാൻ നേരിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭഗവാന്റെ ലീല കാണാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ സമയത്ത് തത്ര അഖിലാമരമയോ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അമരന്മാരെ സന്തോഷിപ്പിക്കുക, രമയുടെ ഈശ്വരനാവുക, പലതുണ്ട്. ഹരിഹി ആവിരാസിയിൽ ആ ഭഗവാൻ പെട്ടെന്ന് അവിടെ എത്തി. അതായത് കണ്ണ് തുറന്നിട്ട് അടച്ചിട്ട് തുറക്കുന്ന നേരമൊന്നും വേണ്ട, അതിൻ്റെ എത്രയോ
ലക്ഷങ്ങളിൽ ഒരംശമേ വേണ്ടു, അല്ലെങ്കിൽ കോടികളിൽ ഒരംശമേ വേണ്ടു. അങ്ങനെയാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. കാരണം കാരുണ്യവേഗത്തിലാവുന്നത്. ഗരുഡൻ്റെ പുറത്ത് വരാനുള്ള സമയം പോരാ, കാരണം അത് മനോവേഗത്തിലാണ്. വിചാരിക്കുന്ന സമയത്താണ് ഗരുഡൻ അവിടെ എത്തുക. അതിനേക്കാൾ വേഗമായിരുന്നു ഭഗവാൻ. ഗരുഡനും ഹനുമാനും കൂടിയിട്ട് ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടത്രേ. ഗരുഡൻ മനോവേഗത്തിൽ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തുക. ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ടൊരു രംഗം. ശ്രീരാമനായിക്കൊണ്ട് ഹനുമാന് ദർശനം കൊടുത്തു, ശ്രീകൃഷ്ണനായിക്കൊണ്ട് ഗരുഡനും കാണുന്നു. ഹനുമാനെ കൊണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ കൊണ്ടുവരാൻ തന്നെ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പിന്നെ വരാട്ടോ, അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ അത്ര വേഗം അവിടെ എത്തില്ലല്ലോ, അത് സാരമില്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഗരുഡൻ മനോവേഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഹനുമാൻ അവിടെ എത്തി ശ്രീരാമനായി കണ്ടുകൊണ്ട് ഇതേ ശ്രീകൃഷ്ണനെ തന്നെ സംവാദങ്ങൾ കുറെ കഴിഞ്ഞിരിക്കണു. മനോവേഗത്തിനേക്കാൾ എത്ര വേഗമാണ് ഈ ഭക്തൻ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ സമയം. അത്രയും ചെറിയ സമയം വേണ്ടു. അതേപോലെ തന്നെ ഭഗവാൻ അത്രയും വേണ്ട ഈ ഭക്തൻ്റെ അടുത്തേക്ക് എത്താൻ. അങ്ങനെയുള്ള ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ആ ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നു, തൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ആരാണ് എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഭാഗ്യം കിട്ടണ്ടേ? അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്താണ് പാണ്ഡ്യരാജാവായ ഈ ഇന്ദ്രദ്യുമ്നനാണ് എന്നും, ആ ഇന്ദ്രദ്യുമ്നൻ ഇപ്രകാരത്തിൽ അഗസ്ത്യൻ്റെ ശാപം മൂലം ആനയായത്, ആ ആനയുടെ പാദം പിടിച്ചത് ഒരു ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു. ഭക്തൻ്റെ പാദം പിടിച്ചാലും ഭഗവാന്റെ അടുത്തേക്ക് എത്താമെന്ന് ശാപമോക്ഷത്തിൽ കിട്ടിയിട്ടുണ്ട് പരമായിട്ട് ഈ ഹൂഹു എന്ന ഗന്ധർവന്. അദ്ദേഹം അതിനനുസരിച്ച് ആ പ്രവൃത്തിയെ ചെയ്തു. രണ്ടുപേർക്കും ഭഗവാൻ മുക്തി കൊടുത്തു. ആരാണോ എൻ്റെ ഈ കഥകളെ സ്മരിക്കുന്നത്, പാടുന്നത്, അവർക്ക് ഭഗവാൻ ഇത്രയും കൂടുതൽ ഫലം പറയുന്ന മറ്റൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയും കൂടുതൽ ഫലം അവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈ കഥ എന്നും പാടുകയാണെങ്കിൽ എല്ലാ പാപങ്ങളെയും, എത്രയോ കോടി ജന്മങ്ങളുടെ പാപങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭാവത്തിൽ ഈ ഭഗവാൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ആ ഒരു അധ്യായം കൂടിയുണ്ട്, അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 8-ാം സ്കന്ധം 4-ാം അധ്യായം. ഓം ബ്രഹ്മാദിദേവകൾ വാഴ്ത്തി സ്തുതിക്കയും പുഷ്പവൃഷ്ടി കൊട്ടും പാട്ടും നടനവും വേദസ്തുതിയും നമസ്കാരവും കൊണ്ട് പാപഭാരം തീർത്തു ധന്യരായി സർവരും. ഹൂഹുവാം ഗന്ധർവൻ ദേവല ശാപത്താൽ വന്നു മുതലയായ ആനന്ദൻ തൃക്കാലിൽ കേറിക്കടിക്കയാൽ ശ്രീഹരി ചക്രത്താൽ മുക്തനാക്കി മഹാഭാഗ്യമീ ദാസനെ. ഭക്തന്റെ കാലു പിടിച്ചാലും മുക്തിയെ കിട്ടുമെന്ന് കാട്ടിത്തന്നു മഹാവിഷ്ണു. ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജൻ പണ്ട് വിഷ്ണുവെ പൂജിച്ചു നിഷ്ഠയിൽ ത്യാഗിയായി യൗവനത്തിൽ രാജ്യം പുത്രരെ ഏൽപ്പിച്ചു കാട്ടിലെത്തി തപം ചെയ്തു പ്രണവത്താൽ സർവേന്ദ്രിയവുമടക്കി മലയത്തിൽ മൗനിയായി ധ്യാനാദി ചെയ്തു ഹരിഭക്തൻ. അന്നൊരിക്കൽ പ്രാതധ്യാന സമയത്ത് എത്തി അഗസ്ത്യനും സേവാപ്രതിഷ്ഠയിൽ. ധ്യാനസ്ഥൻ ഒട്ടുമറിഞ്ഞില്ല അഗസ്ത്യന്റെ ആഗമനം വിഷ്ണു താതാത്മ്യമൂർച്ഛയിൽ. ആനയെപ്പോൾ ബുദ്ധി സ്തംഭിച്ച നിന്നുടെ ദുഷ്ടത കൊണ്ടു നീ ആനയായി തീർന്നിടും എന്നു ശപിച്ചു അഗസ്ത്യൻ സ്വശിഷ്യരും. യാത്രയായി രാജാവ് ആനയായി പാരിതിൽ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഭക്തനിതോ തൻ്റെ പ്രാരബ്ധമായി കണ്ടു നിഷ്കാമഭക്തൻ്റെ കർമ്മങ്ങൾ ചെയ്യവേ. ഹരേ പൂർവജന്മസ്മൃതി ഏകി കനീവിനാൽ കാലമായപ്പോൾ മുതല പിടിക്കുകയും അർഹനായപ്പോൾ സ്വരൂപത്തെ നൽകിയും എല്ലാവരാലും ബഹുമാനിതൻ. കഥ പാപികൾ ഓർക്കിലും എത്തും ഭവൽപദം. കീർത്തിയും നേടും ഇഹപര നേടിടും. ദുസ്വപ്നം കാണലൊഴിയും അനുഗ്രഹാൽ ശ്രീഹരി ചൊല്ലി ഗുഹസരൽ പർവ്വതം ചൂരൽ മുള ദേവവൃക്ഷം ഗജേന്ദ്രനും പാലാഴി പിന്നെ ത്രികൂടവും ഓർക്കുകിൽ. ബ്രഹ്മശിവൻ തൊട്ട ഈശ്വരരെ ഓർക്കുകിൽ. ശ്രീവത്സൻ കൗസ്തുഭം അംഗങ്ങളോർക്കുകിൽ. ആയുധങ്ങൾ ലക്ഷ്മി താർഷിണെ ഓർക്കുകിൽ. മത്സ്യാദ്യ അവതാരമേതും സ്മരിക്കുകിൽ.
സൂര്യചന്ദ്രാഗ്നി പ്രണവത്തെ ഓർക്കുകിൽ, ഗോബ്രാഹ്മണ ധർമ്മം ഗായത്രി ഓർക്കുകിൽ, ദക്ഷനും ചന്ദ്രനും ഗംഗാ സരസ്വതി സപ്തർഷികൾ ധ്രുവൻ ഭക്തർ ഗജേന്ദ്രനെ ഒക്കെയുമൊപ്പം സ്മരിച്ചാൽ ഭരിച്ചിടം, പാപമുക്തി നേടി വൈകുണ്ഠമെത്തിടം, അന്ത്യസമയത്തിൽ ജ്ഞാനവുമേകിടം. ഇങ്ങനെ ചൊല്ലി ഹരിയും ഗജേന്ദ്രനും വൈകുണ്ഠം ലക്ഷ്യമായി പോയി. പരീക്ഷത്തെ 3 സന്ധ്യയ്ക്കും സ്മരിക്കുന്ന മർത്യൻ്റെ ബ്രഹ്മഹത്യാപാപം പോലും നശിച്ചിടം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരേ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംന്യാസംഗ്രാമം 8-ാം സ്കന്ധം 4-ാം അധ്യായം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ഭഗവാൻ നമ്മുടെയൊക്കെ പാപങ്ങളെ തീർത്തുകൊണ്ട് ഭഗവാങ്കലെത്തിക്കാനുള്ള മാർഗം എന്താണോ ആ മാർഗത്തിലൂടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മവാസന പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച് ഭഗവാങ്കലെത്തിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.